ഞങ്ങൾ വിജയത്തിനോടൊപ്പം പരാജയവും ഞങ്ങൾ പരിശോധിക്കും. ചേലക്കരയിലെ പരാജയം ഇത്രയേറെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് നടത്തിയിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ തോൽവി ഉണ്ടായെന്നുള്ളത് അത് തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അക്കാര്യത്തിലും ചർച്ചയുണ്ടാവും. എങ്ങനെ അല്ല, അത് ഞങ്ങൾ അന്ന് ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല. LDF സ്ഥാനാർത്ഥി അവിടെ 5 കൊല്ലം MLA ആയിരുന്ന ആളാണ്. അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയെ എതിർക്കുമ്പോൾ പുതിയ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ പരിചയപ്പെടുത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവിടെ 5 വർഷം MP ആയിട്ട് പരിചയമുള്ള രമ്യ ഹരിദാസനെ സ്ഥാനാർത്ഥിയാക്കി. അതിൽ രമ്യ ഹരിദാസനെ സ്ഥാനാർത്ഥിയാക്കിയ ഒരു തർക്കം ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കാലത്തോ അതിന് മുമ്പോ ആരും പരാതി പറഞ്ഞിരുന്നുമില്ല. പിന്നെ ഇലക്ഷനിൽ പരാജയപ്പെടുമ്പോൾ വെറുതെ സ്ഥാനാർത്ഥിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ STP ഒരു പരിപാടിയിൽ വടകര മുസ്ലിം ലീഗിലെ മണ്ഡലം പ്രസിഡന്റ് പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ പ്രതിഷേധം ലീഗ് അണികളുടെ ഭാഗത്തൊക്കെ ഉണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് തീരുമാനം എടുക്കേണ്ട ലീഗ് നേതൃത്വമാണ്. കോൺഗ്രസിന്റെ ആരും അതിൽ പങ്കെടുത്തിട്ടില്ല. മുസ്ലിം ലീഗിന്റെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഉചിതമായിട്ടുള്ള തീരുമാനം ലീഗിന്റെ ഭാഗത്തുണ്ടാവും. വാർഡ് മുഴുവൻ അബദ്ധമാണ്. കാരണം സ്ഥലപ്പേരുള്ള വാർഡിൽ ആ സ്ഥലമില്ല. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ വഴുതക്കാട് വാർഡിൽ വഴുതക്കാടില്ല. അടുത്ത ഏറ്റവും വലിയ കോളേജാണ് വിമൻസ് കോളേജ്, അത് വഴുതക്കാട് വാർഡില്ല. ആ വഴുതക്കാട് ആ കോളേജ് ഉൾപ്പെടെ ആ വാർഡിലില്ല. അപ്പോൾ പാർട്ടി അക്കാര്യത്തിനെ കുറിച്ച് വിശദമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് കോടതിയെ സമീപിക്കും. കാരണം കോടതിയെ സമീപിക്കുമ്പോൾ അശാസ്ത്രീയം എന്തുകൊണ്ട് അശാസ്ത്രീയം എന്നും കൂടെ കോടതിനെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ വെറുതെ പെറ്റീഷൻ കൊടുത്താൽ തള്ളിക്കളയുള്ളൂ. അതുകൊണ്ട് അത് പഠിച്ച് വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ജില്ലകളിലും ആ വർക്ക് നടക്കുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും പാർട്ടി കോടതിയെ സമീപിക്കും. ഒരു സംശയമില്ല. ഇത് പരിഹരിക്കേണ്ട ആൾക്കാരാണ് ഈ കുഴപ്പമുണ്ടാക്കിയവരാ. അവർ പരിഹരിക്കില്ല. അതുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ നീങ്ങുന്നത്.